നവകേരള സർവേ റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ നവകേരള സർവേ നടത്തുന്നതിൽ എന്ത് അപാകതയാണ് ഉള്ളതെന്നാണ് സുപ്രീം കോടതി ആരാഞ്ഞത്. അതായത് ഒരു വികസന പദ്ധതി ഒരു ക്ഷേമ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിൽ ഒരു സർവേ നടത്തുന്നതിൽ എന്ത് തെറ്റാണ് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ആരാഞ്ഞത്. തുടർന്ന് ഈ തടസ്സ ഹർജി നൽകിയ, അതായത് കേരള ഹൈക്കോടതിയിൽ നവകേരള സർവേക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നൽകിയിരുന്ന നവകേരള സർവേക്കെതിരെ ഹാജരായിരുന്നവർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സർവേ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചിരുന്നു. അതായത് തങ്ങളുടെ പാർട്ടി കേഡർമാരെ അറിയിച്ചിരുന്നുവെന്ന്, അതിനുമായി ബന്ധപ്പെട്ട ഒരു കത്ത് എഴുതിയിരുന്നു എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കോടതി ചോദിച്ചത് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചെറിയ നേതാക്കൾ നൽകുന്ന കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകാമോ എന്നായിരുന്നു കോടതി ആരായുകയും ചെയ്തിരിക്കുന്നത്. MP ഗോവിന്ദൻ ചെറിയ ഒരു നേതാവല്ല എന്നും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് എന്ന് ഈ തടസ്സ ഹർജി നൽകിയിരുന്നവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അക്കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറായില്ല. ഏതായാലും ഈ കേസിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യമെങ്കിൽ ഈ കണക്കിൻ്റെ കാര്യം ഉചിതമായ സമയത്ത് പരിശോധിക്കാം, അതായത് നവകേരള സർവേക്ക് ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് പരിശോധിക്കാമെന്ന ഒരു പരാമർശവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്.